കൊല്ലം സുധി വിട പറഞ്ഞിട്ട് വർഷം ഒന്നായെങ്കിലും ഇപ്പോഴും വാർത്താകോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് സുധിയും സുധിയുടെ കുടുംബവും. അടുത്തിടെ സുധിയുടെ 1ാം ചരമവാർഷിക ചടങ്ങുകൾ നടത്തിയപ്പോൾ സുധിയുടെ മൂത്ത മകൻ അതിലൊന്നും പങ്കെടുത്തിരുന്നില്ല എന്നതും ചർച്ചയായിരുന്നു. ലക്ഷ്മി നക്ഷത്ര സുധിയുടെ മണം പെർഫ്യൂമാക്കിയതും വാർത്തകളിൽ നിറഞ്ഞു. ഇപ്പോഴത്തെ മൂത്ത മകൻ കിച്ചുവിനെ പറ്റി സംസാരിക്കുകയാണ് സുധിയുടെ ഭാര്യ രേണു. ആദ്യ വിവാഹത്തിൽ സുധിക്ക് പിറന്ന മകനാണ് കിച്ചു. ശേഷം വിവാഹബന്ധം പരാജയപ്പെടുകയും സുധി തനിച്ച് മകനെ വളർത്തുകയുമായിരുന്നു. കിച്ചുവിന് 11 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് രേണുവിനെ സുധി പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. ആ ബന്ധത്തിൽ 4 വയസ്സുകാരൻ ഋതുൽ എന്നൊരു മകനും സുധിക്കുണ്ട്. സുധിയുടെ 2 മക്കൾക്കും വേണ്ടിയാണിപ്പോൾ രേണുവിന്റെ ജീവിതം. ഇനിയൊരു വിവാഹം വേണ്ടെന്ന ഉറച്ച തീരുമാനത്തിലാണ് രേണു. സുധിയുടെ 1ാം ചരമവാർഷിക ചടങ്ങുകൾ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ നടത്തിയപ്പോൾ സുധിയുടെ മൂത്ത മകൻ അതിലൊന്നും പങ്കെടുത്തില്ല എന്ന സംഭവം ചർച്ചയായപ്പോൾ രേണുവും സുധിയുടെ മകനും തമ്മിൽ പിണക്കത്തിലാണെന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. മാത്രമല്ല, സുധിയുടെ കുടുംബത്തോടൊപ്പം കൊല്ലത്താണ് കിച്ചുവിന്റെ താമസം. ഇപ്പോഴിതാ കിച്ചു കൊല്ലത്തേക്ക് താമസം മാറാനുള്ള കാരണമടക്കം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ സുധിയുടെ ഭാര്യ രേണു വെളിപ്പെടുത്തുന്നുണ്ട്. 11 വയസ്സുള്ളപ്പോൾ കിച്ചുവിനെ തന്റെ കയ്യിൽ കിട്ടിയതാണെന്നും ഇതുവരെയും താൻ അവനെ പൊന്നുപോലെയാണ് നോക്കിയിരുന്നതെന്നുമാണ് രേണു പറയുന്നത്. സ്ട്രോങ് ആയി ജീവിക്കുന്നത് കൊണ്ടാണ് നെഗറ്റീവ് കമന്റ്സ് വരുന്നത്. ചിലപ്പോഴൊക്കെ അത്തരം കമന്റുകളോട് പ്രതികരിക്കാറുണ്ടെന്നും എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്ന് കിച്ചു തന്നെ പറയാറുണ്ടെന്നും രേണു വെളിപ്പെടുത്തുന്നു. 5 വർഷത്തെ ദാമ്പത്യമായിരുന്നു താനും സുധിയും തമ്മിലെന്നും സുധി അനുഭവിച്ച കഷ്ടപ്പാടുകൾ താൻ അറിയുന്നത് സ്റ്റാർ മാജിക്കിലൂടെ സുധി പങ്കുവച്ചപ്പോൾ മാത്രമാണെന്നും കാരണം താൻ വിഷമിക്കുമെന്നോർത്ത് സുധി ഒന്നും പറയാറില്ലായിരുന്നുവെന്നും രേണു വെളിപ്പെടുത്തുന്നുണ്ട്. സുധിയുടെ ആണ്ടിന് കുറച്ചുപേരെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂവെന്നും രേണു പറയുന്നു. മൂത്ത മകൻ കിച്ചു 1ാം ചരമവാർഷിക ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് കിച്ചു തന്റെ ഒപ്പം ഇല്ലാത്തതുകൊണ്ടാണെന്നും സുധി ഹിന്ദുവാണ്, താൻ ക്രിസ്ത്യനും. വിവാഹം ചെയ്ത് ഇവിടെ താമസമാക്കിയ ശേഷം സുധി തനിക്കൊപ്പം പള്ളിയിലാണ് വന്നുകൊണ്ടിരുന്നതെന്നും പക്ഷെ മതമൊന്നും മാറിയിട്ടില്ല, സർട്ടിഫിക്കറ്റിൽ ഹിന്ദു തന്നെയാണെന്നും രേണു പറയുന്നു. പക്ഷേ സുധിയെ ക്രിസ്ത്യൻ രീതിയിലായിരുന്നു അടക്കം ചെയ്തത്. അതുപോലെ തന്നെ ചരമവാർഷികത്തിന്റെ ഭാഗമായി സുധിയുടെ കൊല്ലത്തെ വീട്ടിലും ചില ചടങ്ങുകൾ ഉണ്ടായിരുന്നു. മൂത്ത മകനായിരുന്നു അവിടെ ബലിയിടാൻ വേണ്ടിയിരുന്നത്. അതുകൊണ്ട് കിച്ചുവിന്റെ സാന്നിധ്യം കൊല്ലത്ത് വേണമായിരുന്നു. അതിനുവേണ്ടി കിച്ചു സുധിയുടെ കൊല്ലത്തെ വീട്ടിലാണുള്ളതെന്നും രേണു പറയുന്നു. അല്ലാതെ തമ്മിൽ പിണക്കമൊന്നുമില്ല എന്നാണ് രേണു വ്യക്തമാക്കിയത്. മാത്രമല്ല, രണ്ടാളും വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാറുണ്ടെന്നും രേണു പറയുന്നുണ്ട്. അതേസമയം സുധിയുടെ മരണത്തിന് ശേഷം രേണു സുധിയുടെ മകനെ നോക്കുമോ എന്നുള്ള തരത്തിൽ കമന്റുകളൊക്കെ പ്രചരിച്ചിരുന്നു. കിച്ചുവിന് 19 വയസ്സുണ്ട്, കിച്ചുവിന് തന്നെയാണ് നോക്കേണ്ടതെന്നും 11 വയസ്സുള്ളപ്പോൾ കിച്ചുവിനെ തന്റെ കയ്യിൽ കിട്ടിയതാണ്, കിച്ചുവിനെ താൻ പൊന്നുപോലെയാണ് നോക്കിയത്, ഇപ്പോഴും അവൻ തന്നെ അമ്മയെന്നാണ് വിളിക്കുന്നതെന്നും രേണു പറയുന്നു. കിച്ചു ഇപ്പോൾ പഠനത്തിന്റെ തിരക്കിലാണെന്നും കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നതെന്നും രേണു വ്യക്തമാക്കുന്നുണ്ട്. സിമ്പതിക്ക് വേണ്ടിയല്ല താൻ റീൽസ് ചെയ്യുന്നത്, സുധി ഉള്ളപ്പോഴും റീൽസ് ചെയ്യുമായിരുന്നു. ഇളയ മകൻ ഇടയ്ക്കിടെ സുധിയെക്കുറിച്ച് ചോദിക്കാറുണ്ടെന്നും രേണു പറയുന്നു. കിച്ചുവിനും ഇളയ മകൻ ഋതുലിനും പരസ്പരം ഭയങ്കര സ്നേഹമാണ്. കിച്ചുവിന്റെ കയ്യിലാണ് ഇളയ കുഞ്ഞ് എപ്പോഴും. അച്ഛന്റെയും ചേട്ടന്റെയും സ്നേഹം കിച്ചു ഋതുലിന് കൊടുക്കുന്നുണ്ട് എന്നുമാണ് രേണു കിച്ചുവിനെ പറ്റി പറയുന്നത്. അതേസമയം സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സുധിയുടെ ഭാര്യയ്ക്കും മക്കൾക്കുമായി ഫ്ലവേഴ്സ് ചാനൽ അടക്കമുള്ളവർ സംയുക്തമായി പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ ആ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങുണ്ടാകുമെന്നും വിവരങ്ങളുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.